ഹ്യുനുവും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവനും അവന്റെ വിഷമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് തുറന്നു പറയുന്നു. വൈഫിന്റെ മുത്തശ്ശനും വൈഫിന്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ സഹോദരിയും എല്ലാം തന്നെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതേ വീട്ടിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരാകട്ടെ 9 മണിയാകുമ്പോഴത്തേക്കും പരസ്പരം സംസാരിക്കുവാനായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടും. ഒരു ബർത്ത്ഡേയോ ക്രിസ്മസോ അവധി ദിവസമോ വീക്കെൻഡോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും എപ്പോഴും ഒന്നിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാനായിട്ട് സമയം പോലും ഇല്ല. അവരുടെ ഫാമിലിയിലെ 15 പേരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഓരോ വർഷവും നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ചടങ്ങുകളും ഫാമിലിയിലെ മരുമക്കളായിട്ടുള്ള ആണുങ്ങൾ വേണം ചെയ്യുവാൻ. പക്ഷേ ഫാമിലിയിലുള്ള ആണുങ്ങൾ അതിലൊന്നും സഹായിക്കുക കൂടി ചെയ്യുകയില്ല. ഹ്യുൻവോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും കുറച്ചുനാള് നീ മാറി താമസിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കൂടി അയാൾ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ബോസ് എന്റെ വൈഫാണ്. എന്റെ വൈഫിന്റെ ബോസ് അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛന്റെ ബോസ് ആകട്ടെ അവളുടെ മുത്തശ്ശനുമാണ്. അവൻ ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യ, നീയും വൈഫും കൂടി കുറച്ച് ദിവസം മാറി താമസിക്കുവാനായിട്ടൊക്കെ സൈക്യാട്രിസ്റ്റും ആവശ്യപ്പെടുന്നു. പക്ഷേ എനിക്ക് എന്റെ വൈഫിന്റെ റിലേറ്റീവ്സിനെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് എന്റെ വൈഫിനെയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവനും അതിനുള്ള റീസൺസ് ഒക്കെ അറിയിക്കുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു ആ ഒരു ഫാമിലിയിലേക്ക് ഞാൻ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവളുടെ ഫാമിലിയിലുള്ള ആളുകൾ എന്നെ ഇങ്ങനെയാണ് കാണുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന കാര്യവും അവൻ അറിയിക്കുന്നു. വിവാഹത്തിന് മുമ്പാകട്ടെ നീ എന്നെ വിശ്വസിച്ച് എന്റെ ഒപ്പം വരണം. ഞാൻ ഒരിക്കലും നിന്നെ കരയിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവളും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ വിശ്വസിച്ച് അവൻ വലിയൊരു മണ്ടനായിരുന്നു എന്ന് അവൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്തേ മതിയാകൂ. ഇത്രയും കാലം ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാതിരുന്നത് അവളുടെ അച്ഛനെ ഭയന്നിട്ടായിരുന്നു. അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചതിക്കുന്ന ആളുകളെ വെറുതെ വിടാറില്ല. എപ്പോഴും മാക്സിമം അവരെ നാണം കെടുത്തും. പക്ഷെ ഇപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം അയാളുടെ കൈകൊണ്ട് മരിക്കുന്നതിൽ പോലും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഡിവോഴ്സ് ചെയ്താൽ മാത്രം മതി അവന്. സോ അവന്റെ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ആകട്ടെ ഡോക്ടറുടെ വൈഫിനെയൊക്കെ കോൾ ചെയ്തിട്ട് ആ വൈഫിനെ കിട്ടിയതിൽ താൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ഗ്രേസ്കോവിന് ഒരു സ്പായൊക്കെ ഉണ്ട്. ഗ്രേസ്കോ ആകട്ടെ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു വരികയാണ്. ആ സ്ത്രീയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഫാമിലിയിലെ ചെറുക്കനെയൊക്കെ വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടായിരുന്നു ആ ഒരു മകനായിരുന്നില്ല, അവരുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകനായിരുന്നു സ്വത്തെല്ലാം കിട്ടാൻ പോകുന്നതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈസായിട്ട് മൂത്ത മകനെ ഒഴിവാക്കിയിട്ട് ഇളയ മകനുമായിട്ട് ആ സ്ത്രീയുടെ മകളെ സെറ്റാക്കി കൊടുക്കുവാനായിട്ടാണ് ഗ്രേസ്കോയുടെ അടുത്തേക്ക് അവർ എത്തിയിട്ടുള്ളത്. അതായത് ഗ്രേസ്കോ ഇതുപോലെ വലിയ ഫാമിലിയിലുള്ള ആൾക്കാരുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന ഒരാളാണ്. നീ എപ്പോഴും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഒപ്പമൊക്കെ നടക്കുന്ന ആളല്ലേ? എന്നിട്ട് പോലും ക്വീൻസ് ഗ്രൂപ്പിലെ ഹെയ്ൻ നീ പറഞ്ഞിട്ടായിരുന്നില്ലല്ലോ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആ ഒരു സ്ത്രീ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ആകട്ടെ അവർ 3 വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്. എങ്കിൽ പോലും ഉടനെ തന്നെ ഒരു വിവാഹമോചനമൊക്കെ അവർ നടത്തുന്നതായിരിക്കുമെന്നും ഞാൻ പറയുന്ന ആളെ ആയിരിക്കും ഹെയ്ൻ അടുത്തതായിട്ട് വിവാഹം കഴിക്കുവാനായിട്ട് പോകുകയെന്നും ഗ്രേസ്കോ പറയുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലിഫ്റ്റിൽ വെച്ച് ഗ്രേസ്കോയും ഹെയ്നെ കാണുകയാണ്. ഹെയ്നുമായിട്ട് ക്ലോസ് ആണെന്നൊക്കെ കാണിക്കുവാനായിട്ട് ഗ്രേസ്കോയും അവളോട് സംസാരിക്കുവാനൊക്കെ നോക്കുന്നു. പക്ഷെ ഹെയ്ൻ ആകട്ടെ ഗ്രേസ്കോന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നീട് നിന്റെ അമ്മ എന്റെ സ്പായിലൊക്കെ വരുന്നുണ്ട്, നീയും സമയം കിട്ടുമ്പോൾ അവിടെ വരണമെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഗ്രേസ്കോ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ വരുവാനായിട്ട് തനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്ന കാര്യമൊക്കെ ഹെയ്ൻ തുറന്നു പറയുന്നു. മാത്രമല്ല അവളുമായിട്ട് ക്ലോസ് ആണെന്ന് കാണിക്കുവാനായിട്ട് നിൽക്കരുതെന്നും കൂടി പറയുകയാണ്. ഇതെല്ലാം തന്നെ ആ ഒരു സ്ത്രീയും കേൾക്കുന്നു. ആ സ്ത്രീയുടെ മുമ്പിൽ ആളാകുവാനായിട്ടായിരുന്നു ഗ്രേസ്കോ ഹെയ്നെ കാണുവാനായിട്ട് എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ ഹെയ്ൻ അവോയ്ഡ് ചെയ്തത് കൊണ്ട് തന്നെ ഗ്രേസ്കോ ആകെ ദേഷ്യത്തിലാണ്. പിന്നെ ആ സ്ത്രീക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ ഗ്രേസ്കോ നൽകുന്നുമുണ്ട്. അതിനുശേഷം അവളും നേരെ ഹ്യുൻവോനെ കാണുവാനായിട്ട് എത്തുന്നു. ഹെയ്ൻ വിവാഹത്തിന് മുമ്പ് ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹെയ്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഹെയ്ൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ മക്കൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ മക്കളൊന്നും ഇല്ല എങ്കിൽ ആ സ്വത്ത് ഒരിക്കലും ഹസ്ബൻഡിന് കിട്ടുകയില്ല. മാത്രമല്ല അവളുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ആ ഒരു സ്വത്തെല്ലാം തന്നെ വീതം വെച്ച് പോകുന്നതായിരിക്കും. നിനക്ക് എന്തായാലും ഒരു സ്വത്തും കിട്ടുവാൻ പോകുന്നില്ല എന്നൊക്കെ ഗ്രേസ്കോ പറയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അവൻ അറിയുന്നത്. അവൾക്ക് ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ ആയിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നത്. മറിച്ച് ഫാമിലിയിലെ മെമ്പേഴ്സിനെയൊക്കെ നോക്കുന്ന ഒരടിമേനെ മാത്രമായിരുന്നു. അതിനുവേണ്ടിയാണ് നിന്നെ വിവാഹം കഴിച്ചതും. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ഹസ്ബൻഡിനെയൊക്കെ അവൾക്ക് കിട്ടി. പക്ഷെ നീ ആഗ്രഹിച്ച പോലെയുള്ള ഒരു വൈഫിനെ നിനക്ക് ലഭിച്ചേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസ്കോ അവനെ വീണ്ടും വിഷമിപ്പിക്കുന്നു.
ഹേയനും ഒരു ഡോക്ടറിനോടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെയിരിക്കെ ഹ്യുൻവുനെ കാണുമ്പോഴത്തേക്കും നിനക്കിന്ന് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടം വരെ പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹ്യുൻവുനോട് പറയുമ്പോഴത്തേക്കും അവൻ അവളുടെ കൂടെ പോകുവാനായിട്ട് തയ്യാറാകുന്നില്ല. നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ ഒരിക്കലും നിന്റെ ഒപ്പം ഇനി വരികയില്ല എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടു പോകുന്നു. അവൻ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് അവന്റെ ഗ്രാമത്തിലേക്കൊക്കെ ആയിരുന്നു. കർഷകനായിട്ടുള്ള ഹ്യുനുവിന്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ മണ്ണിൽ താന്നു പോകുകയാണ്. ആ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് അച്ഛനും കൂടെയുള്ള ആളോട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷെ അമ്മ അവിടെ എത്തിയിട്ട് അച്ഛനെ സഹായിക്കുകയാണ്. അമ്മയാകട്ടെ ഇതിനു മുമ്പ് കർഷകയൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇതുപോലത്തെ വലിയ വണ്ടിയൊക്കെ ഒരുപാട് ഓടിച്ചിട്ടുമുണ്ട്. ആ ഒരു കാര്യത്തിൽ അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്ത് അഭിമാനമൊക്കെ ഉണ്ട്. ഇനി അമ്മ വണ്ടി ശരിയാക്കിയതിനു ശേഷം അച്ഛനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും അച്ഛനാകട്ടെ വഴിയിൽ കാണുന്ന ഓരോ ആൾക്കാരോടും സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ ആ ഒരു നാട്ടിലെ വില്ലേജിന്റെ ഹെഡാണ്. അടുത്ത ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും നമ്മൾ വോട്ടേഴ്സ് ആയിട്ട് വേണം കാണുവാൻ. മാത്രമല്ല ഇവരുടെ അടുത്ത് ഒരു സൗഹൃദമൊക്കെ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നതും. പക്ഷെ അതിനോടൊന്നും തന്നെ അമ്മയ്ക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഹിനുവും എത്തിയിരിക്കുന്നു. ഹിനുവ് തനിച്ചാണ് എത്തിയതെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർക്കും ഒരു നിരാശയൊക്കെ തോന്നുന്നുണ്ട്. അമ്മയും അവന് ഫുഡൊക്കെ നൽകുമ്പോഴത്തേക്കും അവനും ആ ഒരു ഫുഡ് എല്ലാം തന്നെ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്നു. ഹിനുവിന്റെ ചേച്ചിക്കാകട്ടെ മുടിയൊക്കെ വെട്ടുന്ന ഒരു കടയൊക്കെയാണ് ഉള്ളത്. അതിനും ക്വീൻസ് എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. നിന്നോട് എല്ലാ വീക്കെൻഡും ഇവിടെ എത്തുവാനൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അച്ഛന്റെ 60ാമത്തെ പിറന്നാളിനെങ്കിലും നിനക്ക് ഹെയ്നെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നുകൂടായിരുന്നോ? നീ ഒട്ടും തന്നെ മനസാക്ഷിയില്ലാത്ത ഒരാളാണെന്നൊക്കെ ചേച്ചി സംസാരിക്കുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഹെയ്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുകയാണെന്ന് അവൻ അറിയിക്കുന്നു. 60ാമത്തെ ബർത്ത്ഡേ അത്ര വലിയ സംഭവമൊന്നും അല്ല. 60ാമത്തെയോ 70ാമത്തെയോ ബർത്ത്ഡേക്ക് നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നീ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ടില്ല എന്നൊക്കെയാണ് എല്ലാവരും ഒരുപോലെ അവനോട് പറയുന്നത്. ഞാൻ ഒട്ടും തന്നെ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ലൈഫ് ഇതുപോലെയൊക്കെയാണ്. അവരൊരുപാട് ഹാപ്പി ഒന്നും അല്ല. പക്ഷെ ലൈഫിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. എന്നെ തന്നെ നോക്ക്. ഞാൻ നിന്റെ അമ്മേനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് പറഞ്ഞ അബദ്ധത്തെക്കുറിച്ച് അച്ഛനും ഓർക്കുന്നത്. പിന്നീട് അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടുന്നു. അങ്ങനെ അവന് വീട്ടിൽ നിന്ന് പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും അവന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡാണോ അതോ ചേട്ടനാണോ എന്ന് ഡൗട്ട് ഉണ്ട് ട്ടോ. സോ ചേട്ടനും കൂടി ചേർന്നിട്ട് അവനെ തടയുന്നത്. നിന്നെ സിയോളിലേക്ക് അയക്കുവാനായിട്ട് നമ്മുടെ അച്ഛനാകട്ടെ എല്ലാ പശുക്കളെയും വിറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുവാനായിട്ട് ഒരു അവസരമൊന്നും കിട്ടിയില്ല. ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണ് അതെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ചേച്ചിക്ക് ശരിക്കും അറ്റൻഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പോകുവാൻ സാധിക്കാതെ പോയതെന്നൊക്കെ അവനും അറിയിക്കുന്നു. അതെല്ലാം തന്നെ എന്റെ അഭിനയമായിരുന്നു. പേരൻസിന് എന്റെ അടുത്തുള്ള എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ അവരുടെ പശുക്കളെയും എല്ലാം തന്നെ ഞാൻ നിനക്ക് വേണ്ടി വിട്ടു നൽകിയതായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. നമ്മുടെ അച്ഛൻ വളരെയധികം ഹാപ്പി ആയിട്ടായിരുന്നു നിന്നെ ക്വീൻസ് ഗ്രൂപ്പിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ ഓരോ തവണ കൂടുമ്പോഴും അച്ഛൻ അത് സെലിബ്രേറ്റ് ചെയ്ത് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ നീ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിവരമൊക്കെ ഇവിടുത്തെ ആളുകൾ അറിയിക്കുകയാണെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ മുഖത്തൊക്കെ നോക്കുക എന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. എന്റെ കടയിൽ വരുന്ന ആളുകൾ നീ ഡിവോഴ്സ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് ചേച്ചിയും പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ എന്നെ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പണമൊക്കെ നിങ്ങൾക്ക് കിട്ടിയതല്ലേ. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണമെന്നായിരുന്നു ഹിൻബു അവരുടെ അടുത്ത് അപേക്ഷിക്കുന്നത്. വീട്ടിലെത്തുന്ന ഹിനുവും ഡിവോഴ്സ് പേപ്പറൊക്കെ എടുത്തിട്ട് രണ്ട് കൽപ്പിച്ച് ഹെയിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. എനിക്കൊരു കാര്യം പറയുവാനായിട്ടുണ്ടെന്നൊക്കെ ഹിനു പറയുമ്പോഴത്തേക്കും ഹെയിനും ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ ആദ്യം പറയുന്നു. നമുക്കിന്ന് ഒരിടം വരെ പോകണമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അത് ശരിക്കും ഡോക്ടറിനെ കാണുവാനായിട്ടായിരുന്നു. ഡോക്ടർ ആകട്ടെ എനിക്കൊരു അസുഖമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഇനി എനിക്ക് 3 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ ഞാൻ മരിച്ചു പോകുന്നതായിരിക്കുമെന്നൊക്കെ ഹെയിനും തുറന്നു പറയുകയാണ്. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അവന് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവനും മറച്ചു വെക്കുന്നു. ഇന്നും ഇതിനു മുമ്പും ഞാൻ നിന്റെ അടുത്ത് ചെയ്തതിനെല്ലാം തന്നെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അതുപോലെ ഒന്നും നിന്റെ അടുത്ത് പെരുമാറുകയില്ല. ഇനി നീ 3 മാസം മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാക്കുകയുള്ളല്ലോ. നീ ഇല്ലാത്ത ഞാൻ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളെ ഹഗ് ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു എന്ന് കൂടി അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുമ്പോഴത്തേക്കും ഒരു എൻഡ് സീൻ കൂടി കാണിക്കുന്നുണ്ട്. അത് അവരുടെ വിവാഹം തന്നെയാണ്. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവരൊന്നിച്ച് അങ്ങനെ ഫാമിലി ഫോട്ടോയും എടുക്കുന്നു. പക്ഷെ അവളുടെ അമ്മയ്ക്ക് അതിൽ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താകട്ടെ 10 വർഷത്തിന് ശേഷമുള്ള ഹ്യുൻവുവിന്റെ അടുത്ത് നിനക്ക് എന്താണ് പറയുവാനായിട്ടുള്ളതെന്ന് വീഡിയോഗ്രാഫേഴ്സ് ചോദിക്കുമ്പോഴത്തേക്കും നീ സുഖമായിട്ടിരിക്കുന്നോ?
നിനക്ക് എത്ര കുട്ടികളുണ്ട്? നീ ഡിവോഴ്സ് ചെയ്തു എന്ന് മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. എന്റെ ലൈഫിൽ എനിക്ക് ഹെയ്നെ മാത്രം മതി. 10 വർഷം കഴിയുമ്പോഴും ഇപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ തന്നെ അവളോട് സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെ ഒരിക്കലും നീ കരയിക്കുവാനായിട്ട് പാടില്ല. അവളെ എപ്പോഴും സന്തോഷമാക്കി വെക്കണമെന്നൊക്കെ അവൻ പറയുന്നു. ഇനി അവളെ കാണിക്കുമ്പോഴത്തേക്കും 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ബിസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുവാൻ പോലും എനിക്ക് നേരമുണ്ടാക്കുകയില്ല. 10 വർഷം കഴിയുമ്പോൾ നീ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ നിർത്തിവെച്ചിട്ട് പോയി വർക്ക് ചെയ്യ്. ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും നീ ഹെൽത്തി ആയിട്ട്, സുന്ദരിയായിട്ട്, സക്സസ്ഫുൾ ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പോഴത്തെ പോലെ തന്നെ ഹിനുവ അപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് അവളും ഒന്ന് പുഞ്ചിരിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.